മോഹൻലാൽ നെഞ്ചുവിരിച്ച് ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുമ്പോൾ മോഹൻലാലിന്റെ മുന്നിൽ തകർന്നു വീഴുന്നത് സാക്ഷാൽ മഹാരഥന്മാരാണ് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വളരെ അതിശയത്തോടെയാണ് ഇന്ത്യൻ പ്രേക്ഷകർ നോക്കിക്കാണുന്നത്. അടുത്തിടെ മോഹൻലാലിന്റെ ഒരു ലുക്ക് തന്നെ പുറത്തു വന്നപ്പോൾ മലയാളി പ്രേക്ഷകർ ആകാംക്ഷരായി. ഏത് സിനിമ എന്നതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. സിനിമയല്ലെങ്കിലും ഒരു ബിഗ് സർപ്രൈസ് വരുന്നുണ്ടെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്നത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ ഒരു ലുക്ക് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഫുൾ ബ്ലാക്കിൽ സ്റ്റൈലിഷായി നടന്നു വരുന്ന മോഹൻലാലിന്റെ ഫോട്ടോ ആയിരുന്നു അത്. പിന്നാലെ ദിലീപ് ചിത്രം ഭബബയിലെ ഷൂട്ടിംഗ് ആണിതെന്ന്, അല്ല മഹേഷ് നാരായണൻ പടത്തിന്റെ ഒരു സീനാണെന്നും പ്രചാരണങ്ങൾ നടന്നു. എന്നാൽ ഈ ഫോട്ടോയെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇതേ ലൊക്കേഷനിൽ നിന്നും മോഹൻലാലിന്റെ മറ്റൊരു ചിത്രം കൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് പിന്നാലെ ആ സർപ്രൈസ് പൊളിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്തു വരികയാണ്. ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. ജൂലൈ 4 നാളെ ഒരു ബിഗ് അപ്ഡേറ്റ് വരുന്നു എന്നതായിരുന്നു അത്. ഇതോടൊപ്പം ചേർത്താണ് മോഹൻലാലിന്റെ ഫോട്ടോയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾ. ബിഗ് ബോസിലെ മോഹൻലാലിന്റെ പ്രമോയാണ് നാളെ വരുന്നതെന്നും അതിന്റെ ഷൂട്ടിംഗ് കോസ്റ്റ്യൂം ആണ് നടൻ ധരിച്ചതെന്നുമാണ് ഇവരുടെ കണ്ടെത്തൽ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നാളെ അറിയാനാകും. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി മോഹൻലാലിന്റെ ഈ ലുക്കാണ് സോഷ്യൽ മീഡിയയിൽ താരം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മെയ് 21 ആയിരുന്നു മലയാളം ബിഗ് ബോസ് സീസൺ 7 ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പുതിയ ലോഗോയും അന്നേ ദിവസം ഏഷ്യനെറ്റ് പുറത്തുവിട്ടിരുന്നു. എന്തായാലും അവസാനമായി വന്നു നിൽക്കുന്നത് ബിഗ് ബോസിലേക്ക് മോഹൻലാൽ വരുന്നതിന്റെ സൂചന നൽകുന്ന സംഭവങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ്. എന്തൊക്കെയാണെങ്കിലും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ ഗംഭീര ചർച്ചയും ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനവും കാഴ്ചവെക്കുമ്പോൾ ബോക്സ് ഓഫീസിനെ നെഞ്ചുവിരിച്ച് നേരിട്ട ലാലേട്ടൻ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച. കാരണം ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തു വന്നപ്പോൾ സകലമാന ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർക്കുന്ന നായകന്മാരെ പോലും മോഹൻലാൽ പിന്നിലാക്കി ഒന്നാമതെത്തിയിരിക്കുന്നു. 2025 ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു മികച്ച വർഷമാണ്. നിരവധി സിനിമകൾ ബോക്സ് ഓഫീസിൽ 100 കോടിക്കും മുകളിൽ കൊയ്തു. ഇന്ത്യയിലേതുപോലെ തന്നെ ഓവർസീസ് മാർക്കറ്റിലും ചില സിനിമകളും റെക്കോർഡുകൾ സൃഷ്ടിച്ചിരുന്നു. ഇപ്പോഴത്തെ ഓവർസീസിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലാണ് ലിസ്റ്റിൽ ഒന്നാമൻ. $16.90 മില്യൺ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായെത്തിയ എമ്പുരാനാണ് ലിസ്റ്റിൽ 1-ാം സ്ഥാനം ഇടം പിടിച്ചിരിക്കുന്നത്. തൊട്ടു പിന്നിലായി 2-ാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ ഫാമിലി ഡ്രാമ ചിത്രം തുടരും ഇടം പിടിച്ചിട്ടുണ്ട്. $11.01 മില്യൺ തുടരും ഓവർസീസ് മാർക്കറ്റിൽ നിന്നും നേടിയത്. ബോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയചിത്രമായ ഛാവയാണ് 3-ാം സ്ഥാനത്ത്. $10.30 മില്യൺ സിനിമയുടെ ഓവർസീസിൽ നിന്നുള്ള സമ്പാദ്യം. ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 800 കോടിക്ക് മുകളിൽ കളക്റ്റും ചെയ്തിരുന്നു. പക്ഷേ ഓവർസീസിൽ മോഹൻലാലിനെ മറികടക്കാൻ സാധിച്ചില്ല. ഈ ലിസ്റ്റിൽ ആദ്യ 10 ഇടം പിടിച്ച മലയാള സിനിമകൾ എമ്പുരാനും തുടരും മാത്രമാണ്. ഹൗസ്ഫുൾ 5, ഗുഡ് ബാഡ് അഗ്ലി, സിതാരെ സമീൻ പർ, സിക്കന്ദർ, തഗ് ലൈഫ്, വിടാമുയർച്ചി, സംക്രാന്തിക്ക് വാസ്തുനാം എന്നിവയാണ് ആദ്യ 10 മറ്റു സിനിമകൾ. നിലവിൽ അമീർ ഖാൻ ചിത്രമായ സിതാരെ സമീൻ പർ തിയേറ്ററിൽ വിജയകരമായ പ്രദർശനം തുടരുന്നതിനാൽ തൊട്ടു മുൻപിലുള്ള ഹൗസ്ഫുൾ 5നെയും ഗുഡ് ബാഡ് അഗ്ലിയെയും ഉടൻ മറികടക്കുമെന്നാണ് പ്രതീക്ഷ.